Today we are going to discuss the previous higher secondary examination questions and answers of the chapter S block, unit 10. പത്താമത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഴയ ചോദ്യപേപ്പറുകളിൽ വന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് വളരെയധികം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ട്. ഇതിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് വായിച്ച് സ്കിപ്പ് ചെയ്ത് പോവുള്ളൂ. 26 ചോദ്യോത്തരങ്ങൾ, ഇത് പലതും ആവർത്തിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. അത്രയും ചോദ്യങ്ങളുടെ സാധ്യതയില്ല ഈ യൂണിറ്റിൽ. ക്വസ്റ്റ്യൻസ് ആയിട്ട് പരിശോധിക്കാം. പത്താമത്തെ യൂണിറ്റിലെ എസ് ബ്ലോക്കിലെ ചോദ്യോത്തരങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൽക്കലി മെറ്റൽ വിച്ച് ഹാസ് ദ ഹയസ്റ്റ് റെഡ്യൂസിംഗ് പവർ. ഹയസ്റ്റ് റെഡ്യൂസിംഗ് പവർ ഉള്ള ആൽക്കലി മെറ്റൽ, ദാറ്റ് ഈസ് ലിത്തിയം. റെഡ്യൂസിംഗ് പവറിന്റെ സെക്ഷനിൽ നമ്മളത് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൽക്കലി മെറ്റൽസ് ആർ സ്ട്രോങ് റെഡ്യൂസിംഗ് ഏജന്റ്, ലിത്തിയം ബീങ് ദ മോസ്റ്റ് ആൻഡ് സോഡിയം ദ ലീസ്റ്റ് പവർഫുൾ. സോഡിയം ദ ലീസ്റ്റ്. ഇത് രണ്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓർക്കണം. ലിത്തിയം ഈസ് ദ മോസ്റ്റ് ഓർ ഹയസ്റ്റ് ആൻഡ് സോഡിയം ഈസ് ദ ലീസ്റ്റ്. അതിൽ റെഡ്യൂസിംഗ് പവറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് E0 വാല്യൂ റിഡക്ഷൻ പൊട്ടൻഷ്യലുമായിട്ടാണ്. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ E0 വിച്ച് മെഷേഴ്സ് ദ റെഡ്യൂസിംഗ് പവർ. അതാണ് ഇവിടെ റെഡ്യൂസിംഗ് പവർ മെഷർ ചെയ്യുന്നത്. അത് നമ്മുടെ ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വാല്യൂ ഉള്ളത്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലേ, നെഗറ്റീവ് വാല്യൂ ഉള്ളത് ലിത്യത്തിനാണ്. -3.04 എന്ന് പറയും. അത്രയും വോൾട്ടാണ്. ഏറ്റവും കുറവുള്ളത് സോഡിയത്തിനാണ്, -2.74. ബാക്കിയുള്ളതൊക്കെ ഏതാണ്ട് 2.9 റേഞ്ചിൽ വരും. അപ്പോൾ മോസ്റ്റും ലീസ്റ്റും നമ്മൾ ഈ ചോദ്യോത്തരത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിത്തിയം ഷോസ് സം പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിഫറെന്റ് ഫ്രം അതർ ആൽക്കലി മെറ്റൽസ്, ഗിവ് റീസൺ. ലിത്തിയം മറ്റ് ആൽക്കലി മെറ്റൽസിൽ നിന്നും കുറച്ച് പ്രോപ്പർട്ടീസ് വ്യത്യാസമായിട്ട് കാണിക്കുന്നു. അതിന്റെ കാരണമാണ് ചോദിച്ചത്. കാരണം അത് നമ്മൾ ഈ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിത്തിയം എന്നുള്ളത് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. Anomalous properties of lithium. Lithium shows some anomalous properties due to its small size, high polarizing power, etc. ഇത് നമ്മൾ പഠിച്ചതാണ്. എക്സെപ്ഷണലി സ്മോൾ സൈസ് ആണ് ആറ്റത്തിനും അയോണിനും. ആറ്റമിക് ആസ് വെൽ ആസ് അയോണിക് സൈസസ് ആർ എക്സെപ്ഷണലി സ്മോൾ. ഹൈ പോളറൈസിംഗ് ചാർജ് ടു റേഡിയസ് റേഷ്യോ, ഹൈ ചാർജ് ടു റേഡിയസ് റേഷ്യോ. ആസ് എ റിസൾട്ട് there is increased covalent character. കോവാലന്റ് ക്യാരക്ടർ കുറച്ച് കൂടുതലാണ് ലിത്യത്തിന്റെ കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇറ്റ് സോളബിലിറ്റി ഇൻ ഓർഗാനിക് സോൾവെന്റ്സ്. അത് കോവാലന്റ് ആയതുകൊണ്ട് അത് ഓർഗാനിക് സോൾവെന്റ്സിൽ കൂടുതൽ സോൾവബിളുമാണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിന്റെ അനോമലസ് പ്രോപ്പർട്ടി മാഗ്നീഷ്യവുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. റൈറ്റ്, ഇതിലെ നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. കോളംസ് തമ്മിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് കോളം കോമ്പൗണ്ട്സും സെക്കൻഡ് കോളം ഇറ്റ്സ് യൂസസ്. ഫസ്റ്റ് കോളം comprises baking soda, caustic soda, plaster of Paris, limestone, and second column purification of bauxite, toothpaste, antiseptic of skin infection, purification of sugar and dentistry. ഇതൊന്ന് മാച്ച് ചെയ്യുന്ന ബേക്കിംഗ് സോഡ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? ബേക്കിംഗ് സോഡ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലതരം ഉപയോഗങ്ങൾ. സോഡിയം ബൈകാർബണേറ്റ് ആണ്, അത് അപകാരമായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ദിസ് ഹാവിങ് സ്ലൈറ്റ്ലി ആന്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷനിൽ സ്ലൈറ്റ്ലി ആന്റിസെപ്റ്റിക് സോഡിയം ബൈകാർബണേറ്റ്, മൈൽഡ് ആന്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻസ്. അതേപോലെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന് യൂസ് ചെയ്യുന്നു. അപ്പോൾ 3 ഉപയോഗങ്ങൾ നമ്മൾ ഏതാണ്ട് കണ്ടതാണ്. അപ്പോൾ ഇതിലത് സൂട്ടബിൾ ആയിട്ടുള്ളത് ആന്റിസെപ്റ്റിക് ഫോർ സ്കിൻ ഇൻഫെക്ഷൻ. പിന്നെ ഉള്ളത് കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടായിരുന്നു സോഡ എന്ന് പറയുമ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡ എന്ന് പറയുമ്പോൾ സോഡിയം ഉള്ളതാണ്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കോസ്റ്റിക് സോഡ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റലർജിയിൽ അലൂമിനിയത്തിന്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് കോസ്റ്റിക് സോഡ പറഞ്ഞ് നമ്മൾ ഓർക്കുണ്ടാവും. അതുകൊണ്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽസ്യത്തിന്റെ സൾഫേറ്റ് ആണ്, CaSO4 ½ H2O. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇത് മോൾഡുകൾ ഉണ്ടാക്കാൻ അല്ലെ, പിന്നെ പ്രതിമകൾ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ
ഓർണമെന്റ്സിന്റെ മോഡൽസ് ഉണ്ടാക്കാൻ. ഡെന്റിസ്ട്രി പല്ലിന്റെ ഷേപ്പ് ഒക്കെ നമ്മൾ അതിൽ മോൾഡ് ചെയ്തെടുക്കും. പല്ല് ശാസ്ത്രത്തിൽ പല്ലിന്റെ നിർമ്മാണ പ്രക്രിയകളിൽ ഉപയോഗിക്കുന്ന ഡെന്റിസ്ട്രി. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ അപ്ലിക്കേഷൻ. ലൈംസ്റ്റോൺ കാൽസ്യം കാർബണേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽസ്യം കാർബണേറ്റിന് കുറെ ഉപയോഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇറ്റ് ഈസ് എ ഫില്ലർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടൂത്ത് പേസ്റ്റ്, പേപ്പർ ഇൻഡസ്ട്രി. പേപ്പറിൽ ഫില്ലറായിട്ട്, ടൂത്ത് പേസ്റ്റ് ഫില്ലറായിട്ട്, ഈവൻ സോപ്പുകളിലൊക്കെ. അപ്പോൾ ടൂത്ത് പേസ്റ്റ് is a use of limestone in this case. Next, we are going to the third question. Predict the product obtained by the reaction of lithium with oxygen. Lithium oxygenuമായിട്ട് പ്രോഡക്റ്റ് എന്താണ്? ഇത് ആൽക്കലി മെറ്റൽ ആണ്. ആൽക്കലി മെറ്റൽസിന്റെ ഓക്സൈഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മെറ്റൽ ഫോം മോണോക്സൈഡ്, സെക്കൻഡ് മെറ്റൽ സോഡിയം ഫോം പെറോക്സൈഡ്, അതേഴ്സ് ഫോം സൂപ്പർ ഓക്സൈഡ്. സോ ദിസ് ഈസ് monoxide, that is lithium monoxide, Li2O. അടുത്തത് fourth question. Give reasons for the anomalous behavior of lithium. Write any 4 points of similarities between lithium and magnesium. Give reasons for the anomalous behavior of lithium. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. Due to the small size, polarizing power, charge radius ratio, electronegativity, it is more electronegative in that particular group compared to other elements. And write any 4 points of similarities between lithium and magnesium. അപ്പോൾ ഇത് എന്താണ്? ഇത് ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ ഡയഗണൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഡയഗണലി ഓപ്പോസിറ്റ് എലിമെന്റ് ആയിട്ടുള്ള ലിഥിയം മാഗ്നീഷ്യം തമ്മിലുള്ള സിമിലാരിറ്റി? ബോത്ത് ലിഥിയം ആൻഡ് മാഗ്നീഷ്യം ആർ harder than the other elements in that particular group. They are least reactive but strong reducing agents. Reducing agent sodium ആയിട്ട് ചോദ്യത്തിൽ കണ്ടില്ലേ? പിന്നെ lithium carbonate decompose easily on heating. lithium carbonate പെട്ടെന്ന് decompose ചെയ്യും. It forms its oxide and carbon dioxide. Oxide and carbon dioxide ആയിട്ട് പെട്ടെന്ന് lithium bicarbonate exist ചെയ്യുന്നില്ല. The hydrogen carbonate does not exist as a solid. ഒരു സോളിഡ് ആയിട്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഇത്തരം എക്സാമ്പിൾസ് ഇനി ഇഷ്ടംപോലെ നമുക്ക് ടെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? ലിഥിയം നൈട്രേറ്റിന്റെ ഡികമ്പോസിഷൻ. അപ്പോൾ ലിഥിയം ഓക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നത്, എന്നാൽ ബാക്കിയുള്ളവയെല്ലാം നൈട്രൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. ലിഥിയം ക്ലോറൈഡ് ഇത് നല്ല ഹൈഡ്രേഷൻ എന്തായാലും ഉള്ളതാന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇറ്റ്സ് ഹൈലി ഹൈഡ്രേറ്റഡ്. ലിഥിയം ക്ലോറൈഡ് ആണ് വെച്ചാൽ LiCl2H2O. ഇങ്ങനെ കുറെ ഡയഗണൽ റിലേഷൻഷിപ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മൾ മാഗ്നീഷ്യത്തിലും ഇതേ എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കുക കേട്ടോ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാഗ്നീഷ്യമായിട്ട് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നീഷ്യത്തിലും ഇതേ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയാനുള്ളത്. റൈറ്റ്, കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ലിഥിയം നൈട്രജനുമായിട്ട് പോകുന്നത് ലിഥിയം നൈട്രൈഡ് നമ്മൾ പറഞ്ഞില്ല. അതേപോലെ Mg3N2 മാഗ്നീഷ്യം നൈട്രൈഡ് ഇല്ലേ? ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ കേസ് പറഞ്ഞപ്പോൾ മാഗ്നീഷ്യത്തിന്റെ കേസിൽ മാഗ്നീഷ്യം 8H2O, MgCl2 8H2O, കൂടുതൽ ഹൈഡ്രേറ്റഡ് ആണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്കതിൽ ഇനിയും പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് വൺ. What is the fifth question? Some of the commercial process used to prepare sodium carbonate and write the chemical equations of the steps involved in it. Name the chemical process used to prepare sodium carbonate. സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷനിൽ ഉള്ള കെമിക്കൽ പ്രോസസ്. സോഡിയം കാർബണേറ്റിന്റെ പ്രിപ്പറേഷന്റെ പ്രോസസ്സിന്റെ പേര് എന്താണ്? ഇറ്റ് ഈസ് സോൾവേ പ്രോസസ്. അത് മറക്കരുത്, സോൾവേ പ്രോസസ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സോൾവേ പ്രോസസ് ആകെ വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. എന്താണ്? അമോണിയ സൊല്യൂഷൻ, ബ്രൈൻ സൊല്യൂഷൻ, അമോണിയേറ്റഡ് ബ്രൈൻ എന്ന് പറയാം. ഉപ്പുവെള്ളത്തിൽ അമോണിയ എന്ന് പറയാം. ഇതിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ തുടർച്ചയായിട്ട് പാസ് ചെയ്യും. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. അങ്ങനെ തുടർച്ചയായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് ആണ് കിട്ടുക. അതിന്റെ ഇടയ്ക്കുള്ള കോമ്പൗണ്ട്സ് ആണ് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതിയത്. ഈ സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഇൻസോളബിൾ ആണ്. അതാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദിസ് സോൾവേ പ്രോസസ് ഈസ് ദ ലോ സോളിബിലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. Sodium hydrogen carbonate can precipitate down, it can crystallize and separate out, and later this on heating give sodium carbonate.
carbon dioxide H2, sodium carbonate. Carbon dioxide evolve out. Sodium carbon dioxide evolve. We will get sodium carbonate. അപ്പോൾ ഈ പ്രോസസ്സിനിടയ്ക്ക് അമോണിയ കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം കാർബണേറ്റ് ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് അമോണിയം കാർബണേറ്റിലൂടെ കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യുമ്പോൾ അത് അമോണിയം ബൈകാർബണേറ്റ് ആവും. അമോണിയം ബൈകാർബണേറ്റ് സോഡിയം ക്ലോറൈഡുമായിട്ട്, അത് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് ഉണ്ടാവും. സോഡിയം ബൈകാർബണേറ്റ് ഇൻസോളബിൾ ആണ്, റൈറ്റ്. അതാണ് നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ചൂടാക്കി സോഡിയം കാർബണേറ്റ് ആക്കി മാറ്റുന്നത്. That is the sixth question. Account for the following. Blue colored solutions are obtained when alkali metals are dissolved in liquid ammonia. Blue colored solutions are obtained when alkali metals are dissolved in liquid ammonia. Liquid ammonia dissolve ചെയ്യുമ്പോൾ blue colored solutions കിട്ടുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരമായിട്ട് it is due to ammoniated electrons. Ammoniated electrons. Ammoniated electrons കൊണ്ടാണ് അത് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻസ് നമ്മൾ അറിയാം. മെറ്റൽ പ്ലസ് NH3 gives അമോണിയേറ്റഡ് മെറ്റൽ അയോൺ പ്ലസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇതാണ് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ MnH3 X ടൈംസ് പ്ലസ് ഇലക്ട്രോൺ NH3 Y ടൈംസ് മൈനസ് എന്നൊക്കെ എഴുതണം. അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ദിസ് ഈസ് പാരാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് ആണ്. ഓൺ സ്റ്റാൻഡിങ് slowly liberate hydrogen and result the formation of amide. സാവധാനം അത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, അത് amide ആയിട്ട് മാറും. ലിഥിയം ആൻഡ് മെഗ്നീഷ്യം ഷോ സിമിലർ പ്രോപ്പർട്ടീസ്. വൈ? അത് അക്കൗണ്ട് ചെയ്യാമെന്ന് ഇറ്റ്സ് വൈ. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ similarities in their atomic and ionic sizes and the electro negativity similarity, charge to radius ratios, ഇങ്ങനെ കുറെ സിമിലാരിറ്റീസ്. ഓക്കെ, അടുത്തത് അക്വ സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് ഈസ് ആൽക്കലൈൻ. സോഡിയം കാർബണേറ്റിന്റെ അക്വ സൊല്യൂഷൻ ആൽക്കലൈൻ ആണ്. അതിന് കാരണം ആൽക്കലൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? അത് ആൽക്കലൈൻ നേച്ചറിലുള്ള ഒരു അയോൺ തരും, OH മൈനസ് അയോൺ തരും. ദ കാർബണേറ്റ് പാർട്ട് ഓഫ് സോഡിയം കാർബണേറ്റ് ഗെറ്റ് ഹൈഡ്രലൈസ്ഡ്. സോഡിയം കാർബണേറ്റിന്റെ കാർബണേറ്റ് പാർട്ട് ഹൈഡ്രലൈസ് ചെയ്യും ടു ഫോം OH മൈനസ് അയോൺ. സോ ഇറ്റ് ഈസ് alkaline or basic in nature. Okay, CO3 2 minus plus H2O gives HCO3 minus plus OH minus. Right. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് വാഷിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് ഓർക്കുക. അടുത്തത് ബെറീലിയം സൾഫേറ്റ് ആൻഡ് മെഗ്നീഷ്യം സൾഫേറ്റ് ആർ റെഡിലി സോളബിൾ ഇൻ വാട്ടർ. ബെറീലിയം സൾഫേറ്റും മെഗ്നീഷ്യം സൾഫേറ്റും റെഡിലി സോളബിൾ ഇൻ വാട്ടർ. റെഡിലി സോളബിൾ ഇൻ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ലയിക്കും. അതാണ് ആ സൾഫേറ്റുകളുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത്. സൾഫേറ്റ്സ് ഓഫ് ദി ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആർ സ്റ്റേബിൾ ടു ഹീറ്റ്. ഹീറ്റിന് സ്റ്റേബിൾ ആണ്. ആൻഡ് ദീസ് ടു ബെറിലിയം ആൻഡ് മെഗ്നീഷ്യം സൾഫേറ്റ്സ് ആർ സോളബിൾ ഇൻ വാട്ടർ, ബട്ട് സോളബിലിറ്റി ഡിക്രീസസ് ഡൗൺ ടു ദ എർത്ത്. താഴോട്ട് വരുന്തോറും അത് കുറഞ്ഞു വരിക. അത് ബെറിലിയം മെഗ്നീഷ്യം കഴിഞ്ഞാൽ പിന്നെ അടുത്ത എലമെന്റ് ഏതാ? കാൽസ്യം സ്ട്രോങ് ഷീറ്റ്. അപ്പോൾ കാൽസ്യം സ്ട്രോങ് ഷീറ്റിന്റെയും സൾഫേറ്റുകൾ ഇൻസോളബിൾ ആണ്. ഓക്കെ, അതിന് കാരണം ഗ്രേറ്റർ ഹൈഡ്രേഷൻ എൻതാൽപ്പിയാണ്. ഹൈഡ്രേഷൻ എൻതാൽപ്പി അതിന്റെ മുകളിലുള്ള മൂലകങ്ങൾക്ക് കൂടുതലാണ്, താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരും. സോ ഡ്യൂ ടു ദ ഗ്രേറ്റർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് ബെറീലിയം അയോൺ ആൻഡ് മെഗ്നീഷ്യം അയോൺ, ദിസ് ഓവർകം ദ ലാറ്റിസ് എൻതാൽപ്പി. ഇത് ലാറ്റിസ് എൻതാൽപ്പിയുടെ മുകളിലായതുകൊണ്ട്, അല്ലെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പിയുടെ എഫക്റ്റിനേക്കാളും കൂടുതൽ ഹൈഡ്രേഷൻ എൻതാൽപ്പിക്ക് ഇഫക്റ്റ് ഉണ്ടായതുകൊണ്ട് these are more soluble in water. Seventh question, lithium and magnesium show diagonal relationship. Any two similarities between lithium and magnesium? That we already discussed. Okay. What happens when sodium is treated with water and ammonia? Sodium, water, ammonia. Actually, random solvents ആയിട്ട് നമുക്ക് കണക്കാക്കുന്നത്. രണ്ടും solvents ആയിട്ട് കണക്കാക്കുന്നത്. Okay, water is a solvent, ammonia is a solvent. But still it reacts with water and ammonia. ഇത് വാട്ടറുമായിട്ടും റിയാക്ട് ചെയ്യും, അമോണിയയുമായും റിയാക്ട് ചെയ്യും. അപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് റിയാക്ഷന്റെ നേച്ചർ? സോഡിയം നമുക്കറിയാലോ, വെള്ളത്തിൽ ഓടി നടന്ന് റിയാക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇറ്റ് റിയാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഗീവ്സ് സോഡിയം അയോൺസ്, ഹൈഡ്രോക്സൈഡ് അയോൺസ് ആൻഡ് ഹൈഡ്രജൻ. ഇറ്റ് ലിബറേറ്റ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും. Na+H2O gives Na+ + OH- + H എന്ന് എഴുതാം. അപ്പൊ ഇത് Na+ OH- ആ സൊല്യൂഷനിൽ ഉണ്ടാവുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? NaOH എന്ന് പറയും. ഓക്കെ, കാസ്റ്റർ കെൽനർ സെല്ലിൽ നമ്മൾ സോഡിയം ക്ലോറൈഡിന്റെ കണ്ടതാണല്ലോ, അതുപോലെ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ 2Na+, 2H2O gives 2NaOH + H2. ദാറ്റ് ഈസ് ദ ആൻസർ. സോഡിയം അമോണിയയിലാണെങ്കിലോ അതാണ്.
solutions in liquid ammonia. These metals can dissolve in liquid ammonia, alkali metals, as well as alkaline earth metals also. But specifically, it is sodium. So it dissolve in ammonia to form ammoniated sodium ion and ammoniated electron. Ammoniated sodium ion, ammoniated electron. Due to this, it can give some color. That color range is in the blue range, blue color, blue wavelength. Moreover, a lone pair electron is there, so it is paramagnetic in nature. The next question is, S-block elements of periodic table constitute alkali metals and alkaline earth metals. S-block, alkali metals and alkaline earth metals. It's a general statement. That is general statement. Okay. അപ്പോൾ എന്താണ് ചോദ്യം? Hydroxides and carbonates of sodium and potassium are more soluble than that of corresponding salts of magnesium and calcium. അതായത് sodium, potassium, hydroxides and carbonates are more soluble than magnesium and calcium. Magnesiumത്തിനേക്കാളും കാൽസ്യത്തിനേക്കാളും ഈ ഹൈഡ്രോക്സൈഡ്സും കാർബണേറ്റ്സും കൂടുതൽ സോളുബിൾ ആണ്. എന്താണ് കാരണം? അപ്പൊ ഇവ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ആ കമ്പാരിസൺ നമുക്ക് ആൻസർ ചെയ്താൽ മതി. എന്താണ് കമ്പാരിസൺ? ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ ഡ്യൂ ടു ദ സ്മോളർ സൈസ് ആൻഡ് ഹയർ ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം അയോൺസ് കമ്പയർഡ് ടു കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം അയോൺ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ആയിരുന്നു. കാരണം ഹൈഡ്രോക്സൈഡ്സ് ആൻഡ് കാർബണേറ്റ്സ് ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ സോളബിൾ എന്ന് പറഞ്ഞത്. ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ആൻഡ് മാഗ്നീഷ്യം. അപ്പൊ രണ്ട് ഗ്രൂപ്പുകൾ കമ്പാരിസൺ ആയില്ലേ? ആ കമ്പാരിസന്റെ ഉത്തരമാണ് നമ്മളിപ്പോ പറഞ്ഞത് ഡിഫർ ഇൻ ദെയർ ഹൈഡ്രേഷൻ എൻതാൽപ്പി എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്തത് റൈറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിന്റെ കെമിക്കൽ നെയിംസ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിൽ വേണം. സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം, ലൈം എന്ന് പറഞ്ഞാൽ കാൽസ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ അങ്ങോട്ട് കൂടെ മാറണം, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, കോസ്റ്റിക് സോഡ, ബേക്കിംഗ് സോഡ, അപ്പൊ രണ്ടും സോഡിയവുമായി ബന്ധപ്പെട്ടിട്ടും സ്ലേക്കഡ് ലൈം, മിൽക്ക് ഓഫ് ലൈം രണ്ടും കാൽസ്യവുമായി ബന്ധപ്പെട്ടിട്ടും. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആയല്ലോ. ഇനി പേര് നോക്കിയാൽ കോസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വേറെ എന്തൊക്കെ സോഡയാണ് അതിലുള്ളത് നമ്മൾ പഠിച്ചത്? അത് വാഷിംഗ് സോഡയാണ്, സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ്, സോഡിയം കാർബണേറ്റ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാലോ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്. മനസ്സിലായി? പിന്നെ നമ്മൾ പഠിച്ചത് ഇൻഡിവിജ്വൽ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ് മാത്രം. അതിന് സോഡ എന്ന് പറയലുണ്ട് തോന്നുന്നുണ്ട്. അടുത്തത് ടേബിൾ സാൾട്ട് എന്നൊക്കെ പറയും, കോമൺ സാൾട്ട് എന്നൊക്കെ പറയും. അടുത്തത് സ്ലേക്കഡ് ലൈമാണ്. രണ്ടും കാൽസ്യത്തിന്റെയാണ്. ഓക്കെ, സ്ലേക്കഡ് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം കാർബണേറ്റിൽ നിന്നാണ് ഇത് ഉണ്ടാക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യുക്ക് ലൈമിൽ നിന്നാണ് നമ്മൾ സ്ലേക്കഡ് ലൈം ഉണ്ടാക്കുന്നത്. ക്യുക്ക് ലൈമിൽ വാട്ടർ CaO+H2. മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നത് എന്താണ്? മിൽക്ക് ഓഫ് ലൈം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. എ സസ്പെൻഷൻ ഓഫ് സ്ലേക്കഡ് ലൈം. സ്ലേക്കഡ് ലൈമിൽ കുറച്ച് വെള്ളമെന്ന് വെച്ചാൽ മിൽക്ക് ഓഫ് ലൈം അതൊരു മിൽക്കി ആയി മാറിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. 9th ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. എ കോളം caustic soda, sodium carbonate, magnesium hydroxide, sodium bicarbonate. Okay. B column, 4 തന്നുള്ളൂ. Antacid, mild antiseptic, Costner-Kellner cell, Solvay process. അത് കുറച്ച് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. caustic soda, sodium hydroxide, Costner-Kellner cell. അതിന്റെ സെല്ല് ഉണ്ടാക്കുന്ന സെല്ല് Costner-Kellner സെല്ലാണ്. സോഡിയം കാർബണേറ്റ് നമ്മൾ വാഷിംഗ് സോഡയാണ്, വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ നിർമ്മാണം നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, സോൾവേ പ്രോസസ്സ് വെച്ചിട്ട്. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കൂടെ പോകണം. ലോ സോളബിലിറ്റി ഓഫ് സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഉപയോഗങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദീസ് ആർ ബേസിക്, ദീസ് ആർ യൂസ്ഡ് ആസ് അന്റാസിഡ് ഗ്യാസിനൊക്കെ വേണ്ടി ഉപയോഗിക്കും. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കണ്ടതാണ്, മൈൽഡ് ആന്റിസെപ്റ്റിക്. സോഡിയം ബൈകാർബണേറ്റ് രണ്ട് ഉപയോഗം നമ്മളിപ്പോൾ ഇതിൽ സിമ്പിളായിട്ട് പഠിച്ചത്. അതൊന്ന് ബേക്കിങ്ങിന് വേണ്ടിയിട്ട്, രണ്ടാമത് ഈ മൈൽഡ് ആന്റിസെപ്റ്റിക് ആയിട്ട് മുറിവൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഓക്കെ, ഈ 9th ക്വസ്റ്റ്യൻ്റെ ഒരു ബി പാർട്ട് ഉണ്ട്. സിമെന്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് മെറ്റീരിയൽ. എക്സ്പ്ലെയിൻ ദ മാനുഫാക്ചർ ഓഫ് സിമെന്റ്. സിമെന്റ് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. ഓക്കെ, സിമെന്റ് ജോസഫ് ആസ്പിരിൻ, പോർട്ട്ലാൻഡ് സിമെന്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചർ ഓഫ് സിമെന്റ് റോ മെറ്റീരിയൽസ് ആദ്യം പറയണം. റോ മെറ്റീരിയൽസ് സാധാരണ നമ്മൾ പറയുന്നത് ലൈം സ്റ്റോൺ ഉണ്ടാവും, ക്ലേ ഉണ്ടാവും,
ക്ലേ അല്ലെങ്കിൽ മണലല്ല ഉപയോഗിക്കാം ക്ലേ. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ജിപ്സം ചേർക്കും. So when clay and limestone strongly heated together to fuse and react to form a mass known as cement clinker. ഇതാണ് ഇതിന്റെ അടിസ്ഥാന സാധനം clinker. And this clinker is mixed with 2-3% gypsum. It is used to adjust the setting time. Setting time adjust ചെയ്യാൻ വേണ്ടി. 10th question. Alkali metals dissolve in liquid ammonia to give blue colored solution. Why? Ammoniated electron. നേരത്തെ പറഞ്ഞാണ് which absorb energy in the visible region and while coming back it gives out electron, gives out certain frequencies, and that is in the blue region. Okay, moreover these are paramagnetic also. നേരത്തെ പറഞ്ഞു. Plaster of Paris is an important compound of calcium. Give the formula. Formula പറഞ്ഞു CaSO4 of H2O. അല്ലെങ്കിൽ otherwise you multiply this with 2, so you will get 2 CaSO4 H2O. Identify the property of plaster of Paris which helps in plastering of broken bonds. എല്ലൊക്കെ മുറിഞ്ഞാലും പ്ലാസ്റ്റർ ചെയ്യുന്നു. ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി. അത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഇറ്റ് ഈസ് സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. സെറ്റിംഗ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ അതൊന്നും കൂടി ഒന്ന് വികസിക്കും എന്നുള്ളതാണ്. സാധാരണ നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒന്ന് സോളിഡിഫൈ ചെയ്താൽ ലിക്വിഡ് സോളിഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് ചെറുതാവുക, അത് ഷ്രിങ്ക് അല്ലെ, ഒന്ന് ചെറുതാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതൊന്നും എക്സ്പാൻഡ് ചെയ്യില്ല, അത് ചെറുതാവില്ല. അത് ചെറുതാ വരുന്ന കയ്യിന് പൊട്ടലൊക്കെ കുടുങ്ങിയ സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സെമി സോളിഡ് ആയിട്ട് തേച്ച് പിടിപ്പിക്കാണല്ലോ ചെയ്യുക. അതൊന്ന് പിന്നെ ചെറുതാവും കൂടി ചെയ്താൽ അത് ഇപ്പൊ കയ്യിനൊക്കെ ആണെച്ചാൽ കയ്യിനെ അങ്ങോട്ട് ഇറുക്കി പിടിക്കും. ഇത് അങ്ങനെയല്ല, അതാ കുറച്ച് അതേപടി തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ആ കറക്റ്റ് സൈസിൽ അത് അവിടെ നിന്നോളൂ. റൈറ്റ്, അതാണ് എൻ്റെ മീനിങ്. കറക്റ്റ് സൈസിൽ അവിടെ നിന്നു, ചെറുതാവില്ല. ഓക്കെ, അതിൻ്റെ ഒപ്പം വെറുതെ പറഞ്ഞു. അടുത്തത് 11th question. Alkali metals are highly reactive due to their low ionization enthalpies. കൂടുതൽ റിയാക്റ്റീവ് ആണ്, കാരണം കുറഞ്ഞ അയണൈസേഷൻ എൻതാൽപ്പി. അതിന് ചോദ്യമായിരുന്നു. ആൽക്കലി മെറ്റൽ വിച്ച് ആക്ട് ആസ് എ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ്. ദ ആൽക്കലി മെറ്റൽ വിച്ച് ആക്ട് ആസ് എ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ അക്വസ് സൊല്യൂഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ലിഥിയം ആണ്, ഏറ്റവും കുറവുള്ള സോഡിയം ആണ്. ഹൗ സോഡിയം കാർബണേറ്റ് ഇസ് പ്രിപ്പയർഡ് യൂസിംഗ് സോൾവേ പ്രോസസ്. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഈസ് ദിസ് മെത്തേഡ് സൂട്ടബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം കാർബണേറ്റ്? അതിന് ഉത്തരം പറയാം. സോൾവേ പ്രോസസ് 3 പ്രാവശ്യം പറഞ്ഞു, അതുകൊണ്ട് പൊട്ടാസ്യം കാർബണേറ്റ് ഉത്തരം പറയാം. Potassium carbonate ഉത്തരം solvay process cannot be used for potassium carbonate because potassium bicarbonate is too soluble to be precipitated by the addition of ammonium hydrogen carbonate to a saturated solution of potassium chloride. ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, സോൾവേ പ്രോസസിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോൾവേ പ്രോസസ്സിൽ നമ്മൾ സോഡിയം ബൈകാർബണേറ്റ് ഈസ് ലെസ് സോളബിൾ എന്നാണ്. അങ്ങനെയാണ് അത് എന്താവുന്നത്? സോഡിയം ബൈകാർബണേറ്റ് ആയി മാറുമ്പോൾ ആ സോഡിയം ബൈകാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറുമ്പോൾ അമോണിയം ബൈകാർബണേറ്റിനെ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് സോഡിയം ബൈകാർബണേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ സോഡിയം ബൈകാർബണേറ്റ് ഇൻസോളബിൾ ആവണം. അതുപോലെ നമ്മൾ അമോണിയം ബൈകാർബണേറ്റ് ഉണ്ടാകുകയും അതിൽ പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്താൽ പൊട്ടാസ്യം ബൈകാർബണേറ്റ് ആയി മാറുകയും പൊട്ടാസ്യം ബൈകാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്താൽ ഓക്കെ ആയിരുന്നു. പക്ഷേ പൊട്ടാസ്യം ബൈകാർബണേറ്റ് എന്താണ്? ടു സോളബിൾ ആണ്. അപ്പൊ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. അതാണ് അതിന്റെ കാരണം. ഓക്കെ, അടുത്തത് 12th question. What is 12th question? The metal present in chlorophyll. ഏതാ? Magnesium. Give any 2 uses of caustic soda. Caustic soda sodium hydroxide. സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. ആർട്ടിഫിഷ്യൽ സിൽക്ക് നമ്മൾ മെർസറൈസിംഗ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മെർസറൈസിംഗ് കോട്ടൺ ഫാബ്രിക്, കോട്ടൺ ഒരു ചെറിയ തിളക്കം കൊടുക്കാൻ. പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഒരു ന്യൂട്രലൈസർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ. മെർസറൈസിംഗ് കോട്ടൺ ഫൈബേഴ്സ്, അതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് എഴുതിയതിന്റെ മീനിങ്. ലാബ് റിയേജന്റ് ആയിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്, ലാബ് റിയേജന്റ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ യൂസസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, 13ാമത്തെ ചോദ്യം. The reactivity of alkali metals towards air is different for different metals. How do alkali metals react with air? എയറുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? റിയാക്ടിവിറ്റി ഓഫ് ആൽക്കലി മെറ്റൽസ് എയർ ഡിഫറെന്റ് ആണെന്ന്. ഇവിടെ ഉദ്ദേശിച്ചത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്.
ആൽക്കലി മെറ്റൽസ് ഓക്സിജനുമായിട്ട് വ്യത്യസ്ത രൂപത്തിലാണ് റിയാക്ട് ചെയ്യുക. ലിത്തിയം ഫോംസ് മോണോക്സൈഡ്, സോഡിയം ഫോംസ് പെറോക്സൈഡ് ആൻഡ് അതേഴ്സ് ഫോം സൂപ്പർ ഓക്സൈഡ്സ്. നേരത്തെ കണ്ടതാണ്. മാച്ച് ദ ഫോളോയിങ് അഗെയിൻ. sodium hydroxide, anhydrous calcium sulfate, calcium hydroxide, sodium bicarbonate. Its B section is dead burn plaster, slated lime, quicklime, caustic soda, baking soda. ഇതിന്റെ കോളംസ് മാച്ച് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോഡിയം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് സോഡ, ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ സോഡ എന്ന് കണ്ടാൽ സോഡിയം എവിടെയെങ്കിലും ഒക്കെ കണ്ടാൽ നോക്കണം കേട്ടോ. അൺഹൈഡ്രസ് കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റിനെ നമ്മൾ കാൽസ്യം സൾഫേറ്റ് 2H2O ആണ് എന്തായിട്ട് പറയുന്നത്, ജിപ്സമായിട്ട് പറഞ്ഞത്. ആ ജിപ്സത്തെ നമ്മൾ 393 കെൽവിനിൽ ചൂടാക്കിയാൽ, അതുവരെയുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ അത് ഡിഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷെ പിന്നെ ഹാഫ് H2O ബാക്കി ഉണ്ടാവും അതിൽ. അത് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആയിട്ട് പറയുന്നു. ഇതിന് മുകളിൽ ചൂടാക്കിയാൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിഹൈഡ്രേറ്റ്, നമുക്ക് അൺഹൈഡ്രസ് കിട്ടും. അൺഹൈഡ്രസിനെ നമ്മൾ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ എന്ന് പറയും. കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH twice, അത് സ്ലേക്കഡ് ലൈം, ക്വിക്ക് ലൈമിനെ സ്ലേക്കിംഗ് നടത്തിയതാണ്. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് സോഡ മൈൽഡ് ആന്റിസെപ്റ്റിക് ആണ്. അതിന് മുമ്പ് നമ്മൾ വേറെ യൂസ് പറഞ്ഞു. 14th question. 14th question, give reasons. Okay, potassium KO2. KO2 എന്താ? KO2, what is KO2? It is superoxide. Superoxide is paramagnetic. അത് പാരാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ട്? നമ്മൾ പാരാമാഗ്നറ്റിക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ മോളിക്കുലർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കണം, എന്നിട്ട് അതിന്റെ കോൺഫിഗറേഷൻ എഴുതാം. അതിന്റെ ആവശ്യമില്ല. പാരാമാഗ്നറ്റിക് ദിസ് ഹാവിംഗ് സം അൺപെയർഡ് ഇലക്ട്രോൺ ഇൻ ദി പെറോക്സൈഡ് അയോൺ. വീണ്ടും മാച്ച് ദ ഫോളോയിങ്: ക്വിക്ക് ലൈം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ബ്ലീച്ചിങ് പൗഡർ, സ്ലേറ്റഡ് ലൈം. ഇതങ്ങോട്ട് തറോ കുറെ മാച്ച് ദ ഫോളോയിങ് കണ്ടിട്ട് അല്ലേ? ക്വിക്ക് ലൈം, കാൽസ്യം ഓക്സൈഡ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കാൽസ്യം സൾഫേറ്റ് ഹാഫ് H2O, ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ ഇതിൽ ഇപ്പൊ ഇതുവരെ വരാത്തൊരു സംഭവം. ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ CaOCl twice. CaOCl twice. ഓക്കെ. സ്ലേക്കഡ് ലൈം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതിൽ ക്വസ്റ്റ്യൻ മിസ് ചെയ്തിരുന്നു. സൊല്യൂഷൻസ് ഓഫ് ആൽക്കലൈൻ മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ ആർ ബ്ലൂ ഇൻ കളർ. എന്തുകൊണ്ടാണ് ബ്ലൂ ഇൻ കളർ? അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ക്വസ്റ്റ്യൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അമോണിയേറ്റഡ് ഇലക്ട്രോൺ. 15th question. Suspension of magnesium compound in water is used as an antacid. ഏതാണ് ആ കോമ്പൗണ്ട്? മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇതാ, നമുക്ക് വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നമ്മൾ അപ്പക്കാരം കലക്കി കുടിക്കുകയായിരുന്നു, സോഡിയം ബൈകാർബണേറ്റ്. പിന്നെ അത് കുറച്ചും കൂടി ബെറ്റർ ആയതാ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇപ്പോഴും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ അങ്ങനെ എന്താണ് ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും അത് ജലൂസിൽ എന്നൊക്കെ പറഞ്ഞ് ചില കോമ്പൗണ്ടുകൾ ഉണ്ടല്ലോ, അതിൽ നമ്മൾ പിന്നെ വരുന്നുണ്ട്, ഇതായിട്ട് വരുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, മഗ്നീഷ്യത്തിന്റെ ഒക്കെ ഹൈഡ്രോക്സൈഡ്സ് എന്തായിട്ട് വരുന്നുണ്ട്, പിന്നെ ഈ ആന്റാസിഡിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് വൺ, എ മിക്സ്ചർ ഓഫ് കാൽസ്യം ഓക്സൈഡ്, ക്വിക്ക് ലൈം ആൻഡ് കോസ്റ്റിക് സോഡ ഈസ് കോൾഡ് സോഡ ലൈം. സോഡ ലൈം നമ്മൾ ലൈം വാട്ടർ എന്നൊക്കെ പറയും കേട്ടോ സാധാരണഗതിയിൽ. ലാബിലൊക്കെ നമ്മൾ കുറച്ചും കൂടി സോഡിയം ആക്ച്വലി പിന്നെ ഇത് മതി. ഏത് മതി? നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്വിക്ക് ലൈം ഇല്ലേ, അത് വെള്ളത്തിൽ ലയിപ്പിക്കുക. വെള്ളത്തിൽ ലയിപ്പിച്ച് നന്നായിട്ട് തെളിവിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിൽക്ക് ഓഫ് ലൈം കിട്ടും. ഓക്കെ, ചിലത് അത് മതിയാവും. സോഡിയം ചേർത്ത് കഴിഞ്ഞാൽ സോഡ ലൈം. റൈറ്റ്. It's B section. When carbon dioxide passed through lime water is turned milky. On passing excess carbon dioxide, the milky color disappears. എന്താണ് അതിന്റെ കെമിക്കൽ റീസൺ? അത് വളരെ ഇമ്പോർട്ടൻ്റാ. കാരണം നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഈ മിസ്റ്റേക്ക് വരും. നന്നായിട്ട് വൈറ്റ് കളർ ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട് കുറേ നേരം കാർബൺ ഡയോക്സൈഡ് പാസ് ചെയ്യും, പക്ഷെ അത് അബദ്ധവും. അതിന് കാരണം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡുമായിട്ട് ചേർന്നാൽ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവും. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഓക്കെ, ഈ കാൽസ്യം കാർബണേറ്റ് വാട്ടറിൽ ഇൻസോളബിൾ ആയതുകൊണ്ടാണ് വൈറ്റ് കളർ കിട്ടുന്നത്. പക്ഷെ ഇത് കുറെ ഓൺ പാസിംഗ് എക്സസ് കാർബൺ ഡയോക്സൈഡ്, ദിസ് precipitate dissolve to form calcium hydrogen carbonate. കാൽസ്യം ഹൈഡ്രജൻ കാർബണേറ്റ് അല്ലെങ്കിൽ കാൽസ്യം ബൈകാർബണേറ്റ്, രണ്ട് രൂപത്തിലും പറയണം. കാൽസ്യം ബൈകാർബണേറ്റ് സോളബിൾ. കാൽസ്യം ബൈകാർബണേറ്റ് സോളബിൾ ആണ്. നമ്മൾ നേരത്തെ പൊട്ടാസ്യം ബൈകാർബണേറ്റിനൊക്കെ ഇത് പറഞ്ഞില്ലേ, ഇറ്റ് ഈസ് സോളബിൾ.
അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കളർ ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഞാൻ ഇതാ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെന്ന് ചെയ്യും. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ വളരെ ക്ലിയർ ആയി. 16th question. Alkali metals and alkaline earth metals belonging to the S block of the periodic table. Alkali and alkaline earth metals are belong to the S block. Okay, Analo. Name the process used in the, for the industrial preparation of sodium carbonate. Sodium carbonate is solvent process. Many times we saw that. Above method is not suitable for potassium carbonate because potassium hydrogen carbonate is soluble. Draw the chain formula of or chain structure of beryllium chloride in solid state. That's variety. That's chain structure. Beryllium chloro bridged structure. Each beryllium surrounded by 4 other chlorine. 2 of the beryllium is covalently bonded and 2 are coordinately bonded. That's all. No beryllium bond. Right? 3 points. Write the chemical equation showing the preparation of plaster of Paris from gypsum. Gypsum plaster of Paris 393 Kelvin heat ചെയ്യാ. ആ ടെമ്പറേച്ചർ നോർത്തിരിക്കുക. അല്ലെങ്കിൽ ഡെഡ് ബേൺഡ് പ്ലാസ്റ്റർ ടൈപ്പ് പറയും. തോന്നിയ പോലെ ചൂടാക്കിയ. Don't heat it above 393 400 range. That will become dead burn plaster. Next is 17th question. എല്ലാവരും ചോദ്യ പേപ്പർ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ചോദ്യം വായിക്കുക, ഉത്തരം എഴുതുക കേട്ടോ. Lithium and magnesium belong to first and second groups. Again, the same statement which resemble each other in many respects gives such relationship. Lithium magnesium diagonal relationships. And the reasons are we discuss similarity. They are harder. They are similar. They're having similar sizes, atomic ionic sizes, charge radius ratio. Many similarities. It's a B question. A compound of calcium is used in hospitals for setting fracture of bonds. Write the name and formula. Ellaka potiyale hospital calcium compound ഉപയോഗിച്ചിട്ട് എന്തോ ചെയ്യുന്നു എന്നുള്ളതാ. Plaster of Paris. Okay. What is dead band plaster? നമ്മളിപ്പോൾ പറഞ്ഞു 193 കെൽവിന്റെ മുകളിൽ ചൂടാക്കി കഴിഞ്ഞാൽ CaSO4 മാത്രം. Anhydrous calcium sulfate is dead band plaster. 18th ചോദ്യം. Beryllium shows diagonal relationship with aluminum. Again, match the following. Before that, there is a question. Mention any 2 similarities between beryllium and aluminum. The diagonal relationship. Beryllium and aluminum. Like beryllium, aluminum is like aluminum, beryllium is not readily attacked by acids because of the presence of an oxide film on the surface of metal. Chlorides of both elements have bridged structure in vapor phase. Diagonal relationships are. We have a number of diagonal relationships. Beryllium hydroxide dissolved in excess of alkali to form berylate. Aluminum gives alumina, AlOH 4 times minus. Beryllium BOH 4 times 2 minus. Both the chlorides having chloro bridged structure. These are Lewis acids. They're having strong tendency to form complexes. That's നമ്മൾ നേരത്തെ കണ്ടതാ. അപ്പോൾ ഏതെങ്കിലും 2-3 പഠിച്ച് എഴുതാനാണ് പറഞ്ഞത്. Match the following. Sodium carbonate, beryllium chloride, sodium hydroxide, sodium hydrogen carbonate. അങ്ങോട്ട് മാച്ച് ചെയ്താൽ മതിയല്ലോ. സോഡിയം കാർബണേറ്റ് ഇതിൽ ഏറ്റവും മാച്ച് ആയിട്ട് വരുന്ന സോൾവെന്റ് പ്രോസസ്. ബെർലിയം ക്ലോറൈഡിന് ഏറ്റവും മാച്ച് ആയിട്ട് വരുന്നത് ചെയിൻ സ്ട്രക്ചർ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്നർ-ഗെല്ലner സെൽ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഈസ് മൈൽഡ് ആന്റിസെപ്റ്റിക്. അടുത്തത് 19th ചോദ്യം. 19th question, match the following. 3 columns are there, A, B, C. Gypsum, milk of magnesia, washing soda, and alkali metals are in the first column. Magnesium, magnesium hydroxide, sodium, calcium sulfate, and sodium carbonate are in the second column. Solvay process, nerve signal transmission, cements and acids, violet flame in the third column. Let us match all this.
സാധാരണ 2 കോളാണ് ഉണ്ടാവല്, ഇവിടെ 3 കോളാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സിമിലർ ആയിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, ജിപ്സം, വാട്ട് ഈസ് ജിപ്സം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇറ്റ് ഈസ് എ കോമ്പൗണ്ട് ഓഫ് കാൽസ്യം സൾഫേറ്റ്, കാൽസ്യം സൾഫേറ്റ് 2H2O അല്ലേ. ജിപ്സത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് ഓഫ് സിമെന്റ്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് സിമെന്റ് ഇൻ ദ തേർഡ് വൺ. നമ്മുടെ ചാർട്ട് നോക്കാം കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ദാറ്റ് ഈസ് മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ്. അതാണ് നേരത്തെ ആന്റാസിഡിന് കഴിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞത്, ആന്റാസിഡ്. വാഷിംഗ് സോഡ ഈ സോഡിയം കാർബണേറ്റ് അല്ലേ. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സോൾവെയർ പ്രോസസ്. ആൽക്കലി മെറ്റൽസ്, സോഡിയം, സിമ്പിൾ ആയിട്ട്, ദാറ്റ് ഗിവ് വാട്ട് കളർ? സോഡിയം വയലറ്റ് ഫ്ലെയിം. ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട്. സോഡിയം സാധാരണ എന്ത് കളറാണ് തരിക ഫ്ലെയിമിന്? ഫ്ലെയിം ഫോട്ടോമെട്രിയിൽ സോഡിയം തരുന്ന കളർ യെല്ലോ ആണ് കേട്ടോ, പൊട്ടാസ്യം ആണ് വയലറ്റ്. സോ പ്ലീസ് എക്സ്ക്യൂസ്, ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ, യെല്ലോ ഫ്ലെയിം. ഒരു വയലറ്റ് ഫ്ലെയിം എന്ന് ടൈപ്പ് ചെയ്തൊന്നും പറ്റിയ കുഴപ്പമാണ്. റൈറ്റ്. 20th question. Monovalent sodium potassium ions and divalent calcium magnesium ions are found in large proportions in biological fluids. ഇതൊക്കെ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള അയോണുകളാണ്. ഇതിന്റെയൊക്കെ ഇംബാലൻസ് നമ്മുടെ മൊത്തം സിസ്റ്റം തകരാറിലാകും. Which part of our body are sodium and potassium ions permanently located? Cell fluids. Cell fluids ഇതൊക്കെയാണ് നമ്മുടെ ബാലൻസ് ശരിയാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ നെർവ് കണ്ടക്ഷൻസ് കറക്റ്റ് ചെയ്യുന്നത്. What are the major roles of sodium and potassium ions in our body? These participate in the transmission of nerve signals. Potassium ions activate many enzymes, cofactor. നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നു, അത് എൻസൈമിന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചില അയോണുകളുണ്ട്. സോഡിയം അയോൺസും വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇറ്റ് ഹെൽപ്സ് ഇൻ മെനി enzyme actions, sodium ions. Okay. For making which part of our body is calcium mainly used? എവിടെയാണ് കാൽസ്യം പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? കാൽസ്യം നമ്മുടെ ഇന്റേണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത ഒരു സാധനത്തിലാണ്. അതായത് നമ്മളിങ്ങനെ നമ്മളായിട്ട് നിൽക്കുന്നത് നമ്മുടെ എല്ലും പല്ലും ഒക്കെയാണ്. ഓക്കെ, ബോൺസ് ആൻഡ് ടീത്ത്, നമ്മുടെ എല്ലാം ആണല്ലോ നമ്മുടെ ഷേപ്പ് ശരിക്കും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ അമീബയെ പോലെയോ ഏത് ഷേപ്പിലും, നമ്മുടെ ഷേപ്പിൽ നമ്മൾ നിർത്തുന്നത് നമ്മുടെ എല്ലാം. സോ കാൽസ്യം ഈസ് ദ. കാൽസ്യം എത്ര ഉണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്? കാൽസ്യം എത്ര അളവുണ്ടെന്നാണ് നമ്മൾ കണ്ടത്? കാൽസ്യം നല്ല ശതമാനം ഉണ്ട്. കാൽസ്യത്തിന്റെ അളവെന്ന് പറയുന്നത് ശരീരത്തില് ഏതാണ്ട് 1200 ഗ്രാം എന്നാണ് നമ്മൾ പറഞ്ഞത്. 1200 grams ഓഫ് കാൽസ്യം, 1.25 കിലോ. ഓക്കെ, അടുത്തത്. നെയിം the metal present in chlorophyll. It is magnesium. State whether the following sentences are true or false. True, false. Metals in the second group are called alkali metals. False. Alkali earth metals. B. Alkali metals are not found in free state in nature. Alkali metals are not found in free state in nature because they are highly reactive. They can immediately give out 1 electron to form its corresponding ions, plus ion, monovalent ions. It is true. Baking soda is chemically sodium hydrogen carbonate. Baking soda, sodium hydrogen carbonate it is true. Portland cement is basically silicates and aluminates of calcium. Ade edokya silicates are dicalcium silicate, tricalcium silicate, and tricalcium aluminate. These are the various. Okay, so it is true. 21st question, second part, fill in the blanks. Molecular formula of plaster of Paris is. Plaster of Paris in the molecular formula CaSO4H2O, അല്ലെങ്കിൽ 2Ca4H2O. അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. Beryllium shows diagonal relationship with beryllium. 13ാമത്തെ ഗ്രൂപ്പിലെ 2ാമത്തെ മൂലകമാണ് പുതിയ പീരിയോഡിക് ടേബിളിൽ. പഴയ പീരിയോഡിക് ടേബിളിൽ 3ാമത്തെ ഗ്രൂപ്പിലെ 2ാമത്തെ മൂലകം. This aluminum. Metal present in chlorophyll is magnesium. Solvay process is associated with the preparation of Solvay process. Sodium carbonate. നമ്മൾ പറഞ്ഞതാ. 22nd. The group 1 metals of the periodic table of elements are collectively called alkali metals. Write the general electronic configuration NS1. Outer electronic configuration NS1.
General electronic configuration, configuration of noble gas, then NS1. Right. Identify the alkali metal exhibiting anomalous properties. Explain. Anomalous property പലപ്പോഴും ഈ ഗ്രൂപ്പുകളുടെ ആദ്യത്തെ മൂലകമായിരിക്കും. Okay, lithium, beryllium, boron, carbon, nitrogen, anomalous properties. അപ്പോൾ ഇത് lithium. Due to small size, polarizing power, charge radius ratio, ഇങ്ങനെയാണ് പഠിച്ചാൽ വേറെ വഴിയൊന്നും. Alkali metals are normally kept in corrosive by. They are highly reactive to water and air. അതാണ് പ്രശ്നം. അതാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കാൻ കാരണം. Alkali metals are never found free in nature due reason. നേരത്തെ പറഞ്ഞു. They are highly reactive, electropositive, give out one electron, monovalent ion, can form monovalent ion. So these are all the reasons. 23rd. How will you prepare calcium hydroxide and calcium carbonate from quicklime? Quicklime, calcium oxide. കാൽസ്യം ഓക്സൈഡിൽ നിന്ന് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക? നമ്മൾ ആ സീരീസ് ഇങ്ങനെ പറഞ്ഞു പോയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വിക്ലൈം ആക്ച്വലി കാൽസ്യം കാർബണേറ്റിൽ നിന്ന് ആണ് ക്വിക്ലൈം ഉണ്ടാക്കുന്നത്. പിന്നെ ക്വിക്ലൈമിൽ നിന്ന് കാൽസ്യം കാർബണേറ്റിലേക്ക് എത്തുന്ന പ്രോസസ്സും അതുപോലെ തന്നെയാണ്. എങ്ങനെയാ? How will you prepare calcium hydroxide and calcium carbonate from quicklime? Okay, അപ്പോൾ ക്വിക്ലൈം എന്ന് തുടങ്ങാം. കാൽസ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഓക്സൈഡ് പ്ലസ് H2O കാൽസ്യം ഹൈഡ്രോക്സൈഡ്. റൈറ്റ്, ഇത്രേ ഉള്ളൂ. ഇനി അടുത്തത് complete the following: calcium carbonate 1200 Kelvin, calcium oxide and carbon dioxide, complete. Second one, calcium carbonate H2SO4, calcium sulfate carbon dioxide H2O. calcium carbonate നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മാർബിൾ പോലത്തെ സാധനങ്ങളിലൊക്കെ എന്തെങ്കിലും പുളിയോ മോരോ അല്ലെങ്കിൽ ചെറുനാരങ്ങയോ തുള്ളിയോ തരിയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ അവിടെ സ്റ്റെയിൻ വന്ന് അത് ദ്രവിച്ചു പോകുന്നതിന് കാരണം ഇതാ, ഇറ്റ് ക്യാൻ ഫോം കറസ്പോണ്ടിങ് സോൾട്ട്. മനസ്സിലായില്ലേ? ബൈ ദ ഡികമ്പോസിഷൻ ഇറ്റ് ഗിവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. അത് തുടച്ചാലൊന്നും ശരിയാവില്ല. കുറച്ച് അങ്ങനെ ശരിയാവാനാ ഇത് ഇതായിട്ട് കാൽസ്യം സൾഫേറ്റോ അല്ലെങ്കിൽ അതിന്റെ കറസ്പോണ്ട് ഏത് ആസിഡ് വേണമെന്ന് വെച്ചാൽ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്ത് പോയി. When carbon dioxide passes through lime water, it turns milky. What is the reaction? അത് നേരത്തെ പറഞ്ഞതാ അല്ലേ? കാൽസ്യം ഹൈഡ്രോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം കാർബണേറ്റ് പിന്നെ കുറച്ചുകൂടിയും പാസ് ചെയ്ത് കഴിഞ്ഞാൽ കാൽസ്യം ബൈകാർബണേറ്റ്. അപ്പൊ അത് നമ്മൾ തുടർച്ചയായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോളുബിൾ ആവും. What happens when carbon dioxide passes through the milky solution by? അതാണ് പറഞ്ഞത്. തുടർച്ചയായിട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that become clear solution. Milky solution become clear solution because calcium bicarbonate is formed, which is soluble in water. 25th, lithium of the first group resembles magnesium of second group in the periodic table, that is diagonal relationship. What is the reason? Reason similarity in size, electronegativity. They are highly electronegative compared to other elements back in that particular group. They are and high polarizing power, charge to radius ratio. These are the reasons. And the last question of this unit: list any two similarities between lithium and magnesium. Lithium magnesium list any two similarities. Lithium and magnesium. അത് പറഞ്ഞിട്ടാണ് നിർത്താം. അത് പല പ്രാവശ്യം പറഞ്ഞത്, എന്നാലും ഒന്നുകൂടി പറയാം. Similarity in their sizes, atomic as well as ionic sizes. ലിഥിയത്തിന്റെ ആറ്റമിക് സൈസ് എന്ന് പറയുന്നത് 152 പൈക്കോമീറ്റർ. അങ്ങനെയൊന്നും എഴുതണമെന്നില്ല, പറയുമെന്നുണ്ട്. മാഗ്നീഷ്യം 160 ആണ് പൈക്കോമീറ്റർ. അപ്പോൾ സിമിലാരിറ്റി ഇൻ സൈസസ്. ഇനി അയണിക് സൈസ് നോക്കുകയാണെന്ന് വെച്ചാൽ ലിഥിയം 76 ആണ്, magnesium 72 ആണ്. So these are having similarity in their sizes. So their sizes are similar. Both are hard and lighter. Lithium and magnesium are harder and lighter than the other elements in the respective groups. Okay, and they slowly react with water. Their oxides and hydroxides are much less soluble. Okay, and their hydroxides, what happened? Less soluble, and their hydroxides decompose on heating. Oxides are less soluble. Okay, and they can form nitrides, Li3N. Similarly, Mg3N2. Okay. Oxides form lithium monoxide and magnesium monoxide. Carbonates are lithium carbonate immediately decomposed to form lithium oxide and carbon dioxide. Similarly, magnesium carbonate also. Bicarbonates solid exist in solid bicarbonates are not formed for both these elements, lithium and magnesium. And their halides are highly hydrated. These having high hydration enthalpy. They are more covalent, usually. More covalent. They are soluble in organic solvents than water.
So many. So we have a number of similarities between lithium and magnesium. So you go through all this. So here, this is the end of this collection of questions. Hope I explained all. Please go through all these questions and study well. We have covered almost all sections, all corners of this chapter. So please study well and acquire good mark in your exams. Okay.